പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ദൈവം ദരിദ്രരുടെ പക്ഷത്തെന്ന ചിന്തയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോരുകയാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം ദരിദ്രരുടെ പക്ഷത്തെന്ന് പറഞ്ഞാൽ നമ്മളും ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യക്തിപരമായും കുടുംബമായും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തെ ശ്രവിച്ച് വചനത്തെ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കുവെക്കുമ്പോൾ അടിയനെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ, വിശ്വാസത്തോടെ പ്രസംഗിക്കുവാൻ കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകത്തിൽ തോബീതിൻ്റെ പുസ്തകമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരപ്പൻ മകനെ ജീവിതമാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അതിൽ ഭൂരിഭാഗവും. ദൈവത്തിൻ്റെ പരിപാലന തിരിച്ചറിയുന്നതും മാതാപിതാക്കളോടുള്ള കടപ്പാടിലും ദരിദ്രരോടുള്ള കടപ്പാടിലുമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ജീവിച്ചു കാണിച്ച ഒരപ്പൻ തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഭാഗമാണ് തോബീതിൻ്റെ പുസ്തകം. എല്ലാവരും തോബീതിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി അനുഗ്രഹപ്രദമാണ്. ഞാനിന്ന് നിങ്ങളോട് അവിടെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം തോബീതിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്: നിനക്കുള്ളവയിൽ നിന്ന് നീ ദാനധർമ്മം ചെയ്യണം. നീ കരുണാപൂർവം പ്രവർത്തിക്കുന്നതിൽ മടി കാണിക്കരുത്. ഒറ്റ അനാഥനിൽ നിന്ന് പോലും നീ മുഖം തിരിക്കരുത്. അപ്പോൾ ദൈവവും നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ധർമ്മം ചെയ്യുക. അല്പമേ ഉള്ളുവെങ്കിൽ അല്പത്തിനനുസരിച്ച് കരുണ ചെയ്യുവാൻ നീ ഭയപ്പെടരുത്. എന്തെന്നാൽ അത്യാവശ്യ ദിവസത്തേക്ക് നീ നിക്ഷേപം സൂക്ഷിക്കുകയാണ്. എന്തെന്നാൽ ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിലേക്ക് കടക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദാനധർമ്മം മഹോന്നത സന്നിധിയിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് ഉത്തമമായ ഒരു വഴിപാടാണ്. 3-4 കാര്യങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായി ആ പിതാവ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നിനക്കുള്ളവയിൽ നിന്ന് ദാനധർമ്മം ചെയ്യണം. കരുണാപൂർവം പ്രവർത്തിക്കുന്നതിൽ മടി കാണിക്കരുത്. എന്താണോ നമുക്കുള്ളത് അതിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യണം. പൈസയാകാം, ഭക്ഷണപദാർത്ഥങ്ങളാകാം, സൗകര്യങ്ങളാകാം. ചിലപ്പോഴൊക്കെ നമുക്ക് വീടൊക്കെ സൗകര്യമായിട്ടൊക്കെ വലിപ്പമുള്ള വീടൊക്കെ ആണെങ്കിൽ അത് എല്ലാത്തവനുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് കഴിയും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതാണ്. ഉള്ളതിൽ നിന്ന് നിനക്കുള്ളത് പങ്കുവെക്കണമെന്ന് പറയുകയാണ്. എടുത്തു പറയുന്നത് 8-ാമത്തെ വാക്യമാണ്: ഒറ്റ അനാഥനിൽ നിന്നും നീ മുഖം തിരിക്കരുത്. ഒറ്റ അനാഥനിൽ നിന്ന് ഒരു അനാഥനിൽ നിന്നും ഒരാളിൽ നിന്ന് പോലും മുഖം തിരിക്കരുത്. എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയണമെന്ന് ഇവിടെ ഉപദേശിക്കുകയാണ്.
നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ധർമ്മം ചെയ്യുക. സമ്പത്ത് ഇല്ലാത്തവരും ദാനം ചെയ്യണം. സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ അനുസരിച്ച് അളവ് കൂട്ടി ദാനം ചെയ്യണമെന്ന് പറയുകയാണ്. അല്പമേ ഉള്ളുവെങ്കിൽ അല്പത്തിനനുസരിച്ച് കരുണ ചെയ്യുവാൻ നീ ഭയപ്പെടരുത്. അല്പമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, നമുക്ക് പേടി വരും, കുറച്ചേ ഉള്ളൂ. നമ്മളറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഏലിയ പ്രവാചകൻ സാരെഫാത്തിലെ വിധവയോട് അപ്പം ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, അല്പമേ ഉള്ളൂ, തരാനില്ല. ഒരു പിടി മാവും സ്വല്പം എണ്ണയേ ഉള്ളൂ, അതുകൊണ്ട് ഞാനും എൻ്റെ മകനും അപ്പമുണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഞങ്ങൾ മരിക്കും. നാളത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല, ഇന്നത്തേക്കുള്ള ഒരല്പം മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രവാചകൻ പറയാണ്, സ്ത്രീയെ ഭയപ്പെടേണ്ട, അതിലൊരപ്പം എനിക്ക് തരിക എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അതനുസരിക്കുകയാണ്. ആ വിധവ അതിൽ നിന്നൊരപ്പമുണ്ടാക്കി പ്രവാചകന് കൊടുക്കുന്നു. പിന്നീടുണ്ടാകുന്നത്, പ്രവാചകൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കലത്തിലെ മാവ് തീരുന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ, അല്പമുള്ളുവെങ്കിൽ നീ അല്പത്തിനനുസരിച്ച് കരുണ ചെയ്യുവാൻ ഭയപ്പെടരുത്. ഭയപ്പെടരുത് എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ഭയമാണ്, കുറച്ചല്ലേ ഉള്ളൂ പിന്നെ കൊടുക്കുക, ഇതെന്താ, ഇതൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വലുപ്പമായിട്ട് കൊടുക്കണം, ചെറുതായിട്ട് കൊടുക്കുന്നത് മോശമാണ്. അങ്ങനെ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞത്, ചെറുതായാലും വലുതായാലും കർത്താവിനാണ് കൊടുക്കുന്നത്, കർത്താവ് സ്വീകരിക്കുമെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി. കർത്താവ് തന്നെ പറയുന്നില്ല, ഒരു വിധവ കാണിക്കയിട്ടപ്പോൾ അവളുടെ ഉള്ളതെല്ലാം ആ ഭണ്ഡാരത്തിലിട്ടു എന്ന് കർത്താവ് പറയുന്നില്ലേ. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന് പറയുന്നു, ചെറുത് കൊടുത്താൽ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കിടക്കാനൊരു മുറി മാത്രമുള്ള കാലത്ത് ഒരു പ്രായമായൊരു മനുഷ്യനെ കണ്ട് അയാൾക്ക് ആ മുറി ഷെയർ ചെയ്ത് ആ അപ്പച്ചനെയും കൂടി, ഒരു ഭിക്ഷാടകനായ അപ്പച്ചനാണ്, ആ അപ്പച്ചനെയും കൂടി താമസിപ്പിക്കാമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഭയമായി. 2 പെൺകുഞ്ഞുങ്ങൾ, ഞാനും ഭാര്യയും ഈ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ജീവിത രീതികളൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാകും, എങ്ങനെ നമുക്ക് ഒരു സമാധാനത്തോടെ ഒരു സന്തോഷത്തോടെ പോകാൻ പറ്റുമെന്നുള്ള ഒരു ഭയം ഭാര്യയിലുണ്ടാവുകയാണ്. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം, കർത്താവ് അത് ആഗ്രഹിക്കുന്നു, ആ പ്രായ മനുഷ്യനെ വീട്ടിൽ സ്വീകരിക്കണമെന്നുള്ള കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വചനം മനസ്സിലേക്ക് വന്നു, തികഞ്ഞ ഭയം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ദൈവത്തോടുള്ള മനുഷ്യനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണ് ഭയമുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി, ദൈവമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ, ഭയമെടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോടും മനുഷ്യരോടും സ്നേഹം വർദ്ധിക്കണം, ഭയം ഉള്ളിൽ നിന്ന് മാറണം. അങ്ങനെ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒറ്റമുറിയിൽ ആ അപ്പച്ചനെ കൂട്ടി താമസിപ്പിക്കുവാൻ കഴിഞ്ഞു. അതാണ് ആരംഭം. ഇന്ന് എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് താമസ സ്ഥലവും, ഇന്ന് ഏകദേശം 90ഓളം പേരും അവരെ ശുശ്രൂഷിക്കുന്ന സ്റ്റാഫൊക്കെ ഉൾപ്പെടെ 100-100 ചില്ലാൻ പേർക്ക് ജീവിതമാർഗവും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ എല്ലാം അനാഥത്വം നീക്കി ദൈവത്തിൽ വളർത്തുവാനും വളരുവാനുമൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് ഒരു ഭയമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ കുഞ്ഞ് സാഹചര്യമല്ലേ
സൗകര്യമുണ്ടാകുമ്പോൾ ചെയ്യുന്നതല്ലേ ഭംഗി. ഈ കുഞ്ഞു സൗകര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കും അവർക്കും പ്രയോജനപ്പെടുമോ, ദോഷമാകില്ലേ എന്ന ഒരു ഭയം. ഒന്നുമാകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും. ഇപ്പം ഈ തോബീതിൻ്റെ വീട്ടിൽ അത് ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം മകനോട് പറയുകയാണ്, അല്പമേ ഉള്ളുവെങ്കിൽ അല്പത്തിനനുസരിച്ച് കരുണ ചെയ്യുവാൻ നീ ഭയപ്പെടരുത്. അതിൻ്റെ ഗുണം പറയുന്നത് എന്താണ്? എന്തെന്നാൽ അത്യാവശ്യ ദിവസത്തേക്ക് നീ നിക്ഷേപം സൂക്ഷിക്കുകയാണ്. നാളെ നിനക്ക് നന്മ ഉണ്ടാകും. നിനക്ക് നാളെ ഒരു അത്യാവശ്യം നിൻ്റെ ജീവിതത്തിൽ, വീടാണെങ്കിലോ സ്ഥലമാണെങ്കിലോ പൈസയാണെങ്കിലോ എന്താണോ, ആൾ സഹായമാണോ, എന്താണോ നിനക്കൊരു അത്യാവശ്യം വരുന്നത്, ആ സമയത്തേക്കുള്ള നിൻ്റെ നിക്ഷേപമാണ് എന്ന് പറയുകയാണ്. നിക്ഷേപമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ദാനധർമ്മം ഒരു നിക്ഷേപമാണ്. എല്ലാവരും പൈസ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ, എല്ലാവരും പൈസ ഭൂമി വാങ്ങി നിക്ഷേപിക്കുമ്പോൾ, എല്ലാവരും സ്വർണം വാങ്ങി നിക്ഷേപിക്കുമ്പോൾ, ഈ അപ്പൻ മകനോട് പറയുകയാണ്, നീ ദാനധർമ്മമായി ചെയ്യുക. അപ്പോൾ അത് നിനക്ക് അത്യാവശ്യ സമയത്തേക്ക് തിരിച്ചു കിട്ടുന്ന നിക്ഷേപമായി സൂക്ഷിക്കുകയാണെന്ന് പറയാണ്. മാത്രമല്ല ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിലേക്ക് കടക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിന് ദൈവം മനുഷ്യന് ശിക്ഷയായി വിധിച്ചതാണ് മരണം. യേശുക്രിസ്തുവിലൂടെ മരണമില്ലായ്മയിലേക്ക്, പുനരുദ്ധാനത്തിലേക്കും നിത്യജീവനിലേക്കും നമ്മളെ ദൈവം നയിച്ചു, അല്ലെങ്കിൽ നമ്മളെ നിത്യജീവനിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ അതിനൊരു പ്രധാന ഘടകമാണ് ദാനധർമ്മമെന്ന് പറയുക. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ആ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിലേക്ക് കടക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. നിത്യനരകത്തിലേക്ക് കടക്കുവാൻ സമ്മതിക്കില്ല, നിത്യജീവനിലേക്ക്, നിത്യപ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് പറയുകയാണ്. വീണ്ടും പറയുന്നു, ദാനധർമ്മം മഹോന്നത സന്നിധിയിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് ഉത്തമമായ ഒരു വഴിപാടാണ്. ദൈവസന്നിധിയിൽ കഴിക്കുന്ന വഴിപാടാണ് ദാനധർമ്മം എന്ന് പറയുകയാണ്. ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും ദാനധർമ്മങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അവർ ദേവാലയ കാര്യങ്ങളിലോ ദൈവികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലോ നേർച്ച കാഴ്ചകളൊന്നും അവർ അധികം കഴിക്കാറില്ല. ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വഴിപാട് കഴിക്കുന്നവർ ദാനധർമ്മവും ചുരുക്കമാണ്. രണ്ടും വേണമെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം നിത്യജീവനിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയും. ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പൂർണ്ണത. പഴയ നിയമകാലത്തിലെ യെശയ്യാ പ്രവാചകനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആ 58-ാമത്തെ അധ്യായത്തിൽ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന അനുഭവം, ദേവാലയത്തിലെ നമ്മളുടെ പ്രാർത്ഥനകൾ, പിന്നെ ശാബത്തിനെ ശുദ്ധമായി ആചരിക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ 58-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും പരദേശികളായ സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കുകയും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലേ അത്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീട്ടിൽ യാചകരായ പരദേശികളായ ആളുകളെ സ്വീകരിക്കുവാൻ കാരണം ആയിത്തീർന്ന വേദപുസ്തക വചനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഈ 7-ാമത്തെ വാക്യം, യെശയ്യാ 58:7. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുകയും, വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുകയും പരദേശികളായ സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കുകയും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലേ അത്. വിശക്കുന്നവന് അപ്പം നുറുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ അവന് കൊടുക്കുക. പരദേശികളായ സാധുക്കളെ വീട്ടിൽ സ്വീകരിക്കുക, നഗ്നനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കുക. മനുഷ്യനിങ്ങനെ ഈ അന്തം വിട്ടുപോകും. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പേടിയായി പോകും. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാഹാമിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നു, അറിയാതെ പരദേശികളെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ചു എന്ന്. അബ്രാഹാം വീടിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതാ ഒരു ഓക്കുമരത്തിൻ്റെ കീഴെ 2 മനുഷ്യരിയ്ക്കുന്നു. ഓടിച്ചെന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റി വേണ്ടവണ്ണം അവരെ സ്വീകരിച്ച് അവർക്ക് അപ്പവും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ അബ്രാഹാമായിട്ട് സംസാരിക്കുന്നത്. അബ്രാഹാമിന് അവർ അടുത്ത വർഷം വരുമ്പോൾ കുഞ്ഞുണ്ടാകുമെന്നെല്ലാം പറയുന്നത്. അങ്ങനെ അവരെ വളരെയധികം അബ്രാഹാം അനുഗ്രഹം പ്രാപിച്ചയാളാണ്. അബ്രാഹാം നീതിമാനായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പരദേശികളായ സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവന് വസ്ത്രം കൊടുക്കുകയും മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് മറയ്ക്കാതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അലഞ്ഞു നടക്കുന്ന പരദേശികളെ, സാധുക്കളായ മനുഷ്യരെ വീട്ടിൽ ചേർത്ത് കൊള്ളുക. ഇന്ന് അനേകർ അതിന് സാധ്യമല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അവരെ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ കയറ്റിയിരുത്താനൊക്കെ പറ്റുമോ? ഇങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കുന്നിടത്ത് കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് പ്രസംഗകരൊക്കെ പറയുന്നത്. ഇപ്പം ഞാനൊക്കെ എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ കൃതജ്ഞത പറയാനോ അല്ലെങ്കിൽ മറ്റ് നന്ദി പ്രകാശനത്തിന് എഴുന്നേൽക്കുന്ന ആളുകൾ പറയുന്നത് എങ്ങനെയാണ്, ഇദ്ദേഹം തൻ്റെ വീട്ടിൽ ഇവരെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നമുക്കത് സാധ്യമല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ സഹായിക്കാനും ഇദ്ദേഹം ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളെ നല്ല മനസ്സോടെ കാണുവാനും നമുക്ക് കഴിയണം എന്ന് ഈ നന്ദി പ്രകാശനത്തിന് കയറുന്ന അച്ഛനായാലും ആത്മേനിയായാലും ആരായാലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പറച്ചിലിലൂടെ മനസ്സിലാകുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്കൊക്കെ കഴിയുന്ന ഒരു കാര്യമാണ്, ഭൂരിപക്ഷം ആളുകൾക്കും അത് കഴിയില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ ശീലിച്ച് വന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രായമായ മനുഷ്യരെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുന്നത്, അല്ലെങ്കിൽ അവരെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ദൂരെ പോയി താമസിക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമുക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞ് ശീലിക്കണം. കാരണം എന്താണ്? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പത്രോസ്ലീഹായോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തു. യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മനുഷ്യന് അവൻ്റെ ബോധത്തിൽ ചിന്തിക്കുമ്പോൾ അത് സാധ്യമല്ല. എന്നാൽ ആ വ്യക്തി ദൈവത്തിലേക്ക് അവനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവനിലൂടെ ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുക. അപ്പോൾ പരദേശികളായ സാധുക്കളെ വീട്ടിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാകരുത്. ഭയപ്പെട്ടാൽ നമുക്ക് ആരെയും സ്വീകരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സ്വൈര്യതയും നമ്മുടെ സ്വസ്ഥതയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ
ശ്രദ്ധിക്കുന്നതും ശ്രമിക്കുന്നതും. ഒരിക്കൽ ഞങ്ങൾ ഈ പ്രത്യാശ ഭവനിൽ നിന്ന് രോഗം ഒരുവിധം ഭേദമായവരെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് കുറച്ച് സ്ഥലം കിട്ടുകയാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തൊഴിൽ ഒക്കെ എടുപ്പിക്കാം, കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് കുറേ സ്ഥലം ഇങ്ങനെ ഒരു വലിയ വീടും കുറേ സ്ഥലവും വെറുതെ കിടക്കുകയാണ്, കാട് കയറി കിടക്കുകയാണ്. പഴയ വീടാണെങ്കിലും സൗകര്യങ്ങളുള്ള വീടാണ്. നമുക്ക് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ അത് തരും, കുറച്ച് നാളത്തേക്കെങ്കിലും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. ആ വീട്ടുകാർ ആ വീട് തന്നു, ആ സ്ഥലം ഉപയോഗിക്കാൻ തന്നു. കാലാവധിയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പേരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ച് അവിടെ അടിച്ചുവാരി വൃത്തിയാക്കിയൊക്കെ ആളുകൾ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വീടിനടുത്തുള്ള ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ സ്വന്തക്കാരനായ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇതിന് മുൻകൈയെടുത്ത ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരനോട് പറഞ്ഞു, എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തത്? അവർ സ്വന്തക്കാരാണ്, അവർ സ്വന്തക്കാരായതോടെ പറയുക, ഇനി ഈ വഴിയെ ഈ ആളുകളൊക്കെ നടക്കാൻ തുടങ്ങും. അവർ ജ്യേഷ്ഠാനുജന്മാരുടെ വീടുകളിലേക്കുള്ള വഴിയാണ്, ആ കുടുംബത്തിൻ്റെ ഒരു പൊതു സ്വത്ത് പോലെ പ്രൈവറ്റ് വഴിയാണ്. അപ്പോൾ ഈ ഒരു സഹോദരൻ അത് തന്നത് വഴി അതിൽ നടന്നു പോകുന്ന ഈ പ്രത്യാശ ഭവനിലെ മക്കൾ, അങ്ങോട്ടുള്ള വാഹനങ്ങൾ, ഇതിലെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ സ്വൈര്യതയും സ്വസ്ഥതയും നഷ്ടമായില്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ അദ്ദേഹം ചോദിച്ച് ദേഷ്യപ്പെട്ടു. കുറച്ച് നാളത്തേക്ക് ഞങ്ങളോടും ഭയങ്കര ദേഷ്യമായിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് ഞങ്ങൾ അവിടെ ചെല്ലുന്നതൊന്നും അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുന്നതും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പതിയെ പതിയെ ഇവിടെയുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്കും പാടത്തേക്കൊക്കെ പോകുമ്പോൾ ഇവരുടെ അടുത്ത് കയറി വർത്തമാനം പറയൊക്കെ പറയാൻ തുടങ്ങി. ഇവരുടെ ആവശ്യങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതമൊക്കെ ഇങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമുണ്ടായ ഭയവും ആദ്യമുണ്ടായ സ്വൈര്യതയും സ്വസ്ഥതയും സമാധാനമൊക്കെ അദ്ദേഹം വലുതായിട്ട് ചിന്തിച്ചുവെങ്കിലും ദൈവം അദ്ദേഹത്തിൻ്റെ ഉള്ളിനെ മാറ്റി. ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് അനുഗ്രഹമാണ്, ഗുണകരമാണ് എന്നുള്ള ചിന്തയിലേക്ക് ആ മനുഷ്യനെ ദൈവം തന്നെ നയിച്ചു. അതാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുന്നത്. മനുഷ്യന് അസാധ്യമാണ്, മനുഷ്യനങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരിക്കലും പറ്റുകയില്ല. മനുഷ്യനത് ഭയമാണ്, ഭയം കൊണ്ടാണ്, സ്നേഹമില്ലായ്മ കൊണ്ട് ഒന്നുമല്ല. ചിലപ്പോൾ ഒരുപക്ഷെ പുറത്ത് വെച്ച് ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്തൊരു അവസ്ഥയിൽ ഒരുപക്ഷെ സഹായിക്കാൻ പറഞ്ഞാൽ സഹായിക്കും. ഇപ്പോൾ ഒരു രോഗിക്ക് ചികിത്സിക്കണം, എത്ര കോടി വേണമെങ്കിലും പിരിച്ചെടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഒരു മനുഷ്യനെ വീട് ജപ്തി വന്നിരിക്കുകയാണ്, ആ നാട്ടുകാർ വിചാരിച്ചാൽ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അതിന് മാത്രം, കാരണം അവനവൻ്റെ സ്വൈര്യതയും സമാധാനവും നഷ്ടപ്പെടുത്താതെ തന്നെ എന്ത് സഹായവും ചെയ്യാൻ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഒരുക്കമാണ്. പക്ഷെ അത് പോരാ, അവിടുന്ന് വളരണം. ഈ തിരുവചനം പറയുന്നത് നിൻ്റെ വീടുമായി നിൻ്റെ ജീവിതവുമായി ഇവർക്ക് ബന്ധമുണ്ടാകണം. എന്താണ്? നിൻ്റെ അനാഥനെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, അല്ലെങ്കിൽ സാധു പരദേശി വീട്ടിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു കുടുംബത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഒരു പക്ഷേ അവൻ്റെ കുടുംബജീവിതം തകർന്നു പോയതായിരിക്കും. അവൻ്റെ കുടുംബജീവിതം അവനായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ആളുകളായിട്ടോ തകർത്തതായിരിക്കാം. പക്ഷെ അവന് ഒരു കുടുംബജീവിതം, ഒരു കുടുംബത്തിൻ്റെ സഹോദര സ്നേഹം, മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ അവന് കിട്ടണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ആദ്യകാലത്ത് വീട്ടിൽ ഇങ്ങനെ ഒരാളായി, 2 ആളായി, 3 ആളായി ഇങ്ങനെ പലരും വന്നപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ജാതിയും തെങ്ങും അടക്കാമരം എല്ലാം വെട്ടിക്കളഞ്ഞ് ഞങ്ങളവിടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അന്ന് ആ കാലത്ത് ഞങ്ങൾ ഷീറ്റൊക്കെ മേഞ്ഞ
ഒരു കെട്ടിടം പണിയാൻ, കെട്ടിടമല്ല, ഒരു ഷെഡ് പോലെ പണിതു. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിയുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീടുള്ള സമയം ഞങ്ങളുടെ ആ കുഞ്ഞു വീടിൻ്റെ, ഞങ്ങളുടെ കുഞ്ഞു വീട് വാർക്ക വീടാണ്, ആ വാർക്ക വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു ചാരു കസേര കിടക്കുന്നുണ്ട്. ആ കസേരയിൽ ഈ വല്യപ്പന്മാർ, 2-3 വല്യപ്പന്മാരുണ്ട്. ചെറുതായിട്ടൊരു മാനസിക രോഗമുള്ളൂ, ചെറുതായിട്ട്. അവരങ്ങനെ കാലിന്മേൽ കാല് കയറ്റി ആ കസേരമേ ഇരിക്കും വീടിൻ്റെ സിറ്റ് ഔട്ടിൽ. ഇത് ഒരാളായി, 2 ആളായി. ഒരാഴ്ച കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവർ പരസ്പരം മത്സരിക്കുകയാണ് ആദ്യം ചെന്നിരിക്കാൻ. ആ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം, ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം, സ്വന്തം വീട്ടിൽ, സ്വന്തം കസേരയിൽ, സ്വന്തം വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത് പോലെ ഒരു പ്രതീതി ഈ അപ്പച്ചന്മാർക്കുണ്ടാകുകയാണ്. സ്വന്തം വീടിൻ്റെ ഒരു സംരക്ഷണം കിട്ടിയതുപോലുള്ള ഒരനുഭവം ഉണ്ടാകുകയാണ്. എന്നെ ഒത്തിരി അത് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചതാകണമെന്നില്ല. കാരണം എൻ്റെ അപ്പനെ എനിക്കധികം അങ്ങനെ ശുശ്രൂഷിക്കാനുള്ള അവസരം വന്നിട്ടില്ല. സ്നേഹ സംഭാഷണങ്ങൾ നടത്തുക ഒക്കെയല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൻ തറവാട്ട് വീട്ടിലാണ്. അപ്പോൾ എല്ലാ ദിവസവും കണ്ട് വർത്തമാനം പറയുക, രോഗക്കിടക്കയിലായിരുന്ന സമയത്ത് ദിവസവും ഇവിടെയുള്ള സമയത്ത് പോയി ശുശ്രൂഷിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾ അപ്പനും മക്കളും എന്നുള്ള ബന്ധം, ഞങ്ങൾ ഒരു പറമ്പിൽ തന്നെ 5 ജ്യേഷ്ഠാനുജന്മാർ താമസിക്കുന്നു. എല്ലാ വീട്ടുകിടെ അപ്പൻ ദിവസേന കയറി ഇറങ്ങി നടക്കുന്നു. അപ്പനും ഞങ്ങളും ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പനൊരു പരദേശ അനുഭവമോ അല്ലെങ്കിൽ അപ്പൻ എന്താ പറയുന്നത് മക്കളുമായിട്ടുള്ള പിണക്കം കൂടിയ ഒരു അകലമോ ഒരു ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ അനുഭവമൊന്നും എൻ്റെ അപ്പന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൻ പറഞ്ഞ വീടായതുകൊണ്ട് അപ്പൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസമൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ വീട്ടിൽ പോയി അവർ താമസിക്കാമെന്ന് പറഞ്ഞാൽ അപ്പൻ സമ്മതിക്കില്ല. അവിടെ അപ്പൻ പോയിട്ട് ഉടൻ തന്നെ പോരും, പകൽ പോയിട്ട് വരും. അപ്പൻ എപ്പോഴും പറയും, ഞാൻ വാരി വെച്ച മണ്ണിൽ നിന്ന് ഞാൻ എങ്ങും പോകില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഈ ഭവനത്തിൽ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം അതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ കുടുംബ ബന്ധം, നഷ്ടപ്പെട്ടു പോയ ആ കുടുംബ ബന്ധം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. സാധുക്കൾക്കും പരദേശികൾക്കും ആ കുടുംബ ബന്ധം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കും. ഞങ്ങൾ പല സഹോദരന്മാരെ, പ്രത്യേകിച്ച് പ്രായമായ അപ്പച്ചന്മാരെയൊക്കെ അമ്മച്ചിമാരെയൊക്കെ ഞങ്ങൾ അവരുടെ വീട് അന്വേഷിച്ച് കണ്ടെത്തി അവരെ സ്വീകരിക്കുമോ എന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളെ വഴക്ക് പറയുകയാണ്, വേണ്ടാന്ന് പറയും, ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾക്ക് പറ്റില്ല, അയാൾക്ക് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാകുകയാണ്. ഞങ്ങളോട് പറയും, വേണമെങ്കിൽ കുറച്ച് പൈസ തരാം എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും, പൈസയ്ക്കൊന്നും വന്നതല്ല, ഞങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി വന്നതാണ്, ഞങ്ങൾക്ക് ഈ മനുഷ്യനെ നോക്കാൻ കഴിയാഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നിങ്ങളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നതല്ലോ ഞങ്ങൾക്ക് വഴിയെന്ന് കിട്ടി, ബഹുമാനപ്പെട്ട പോലീസുകാർ കൊണ്ടുവന്നാക്കി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന്, സർക്കാരിൻ്റെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചു, അങ്ങനെ കാരണം പറഞ്ഞ് ഞങ്ങൾ പോരും. പ്രിയമുള്ളവരെ, മനുഷ്യന് മടിയാണ്. തകർന്ന ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, വിട്ടുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക മനുഷ്യർക്ക് അസാധ്യമാകുമ്പോൾ ദൈവം നമ്മളിലൂടെ ഇതുപോലുള്ള ശുശ്രൂഷകളിലൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രസംഗത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ അനുഗ്രഹമുള്ളതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല. കാരണം ഈ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ സ്വീകരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വലിയൊരു അനുഗ്രഹം, ഏത് പ്രസംഗം കേൾക്കുന്നതിനേക്കാളും ഏത് പ്രാർത്ഥന നടത്തുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്,
അപ്പോൾ നിന്റെ പ്രകാശം, യെശയ്യാ 58:8 അപ്പോൾ നിന്റെ പ്രകാശം ഉഷസ് പോലെ തെളിയും, നിന്റെ നീതി വേഗത്തിൽ ഉദിക്കും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, ദൈവമഹത്വം നിന്നെ അനുഗമിക്കും. നിന്റെ നീതി, പ്രിയമുള്ളവരെ, ഒരു കുടുംബ അന്തരീക്ഷം അലഞ്ഞു നടക്കുന്ന യാചകരായ മനുഷ്യർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, അത് നീതിയാണ് നീ ചെയ്യുന്നത്. ആ നീതി നിനക്ക് സംരക്ഷണമായി നിന്റെ മുമ്പിൽ എപ്പോഴും നടക്കുമെന്ന്. ദൈവമഹത്വം നിന്നെ അനുഗമിക്കും, ദൈവമഹത്വം നിന്നെ അനുഗമിക്കും. ചില ആളുകളൊക്കെ ഇങ്ങനെ സുവിശേഷങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അല്ല ചില ആളുകളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരെടുത്തു പറയുന്ന ഒരു സാക്ഷ്യമാണ്, പ്രത്യേകിച്ച് ഈ നവീകരണത്തിൽ പങ്കുചേർന്നിട്ടുള്ളവരും പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പോലെയുള്ള കൂട്ടായ്മയിലുള്ള ആളുകളും പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവർക്കത് കിട്ടിയേ തീരുമെന്ന് വിചാരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അവർക്ക് ഭാഷാവരം കിട്ടി. അവർ പ്രധാനവുമായി പറയുന്ന ദൈവമഹത്വം അവരെ അനുഗമിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് ഭാഷാവരം കിട്ടി. ഭാഷാവരം കിട്ടി. തെറ്റാണെന്നൊന്നും ബൈബിൾ പറയുന്നില്ല, കിട്ടുമെന്നും ബൈബിൾ പറയുന്നുണ്ട്. പക്ഷെ പൗലോസ്ലീഹ പറയുന്ന അതെല്ലാം നിന്നു പോയിട്ട് 1 കൊരിന്ത്യർ 13 പറയാണ്, നിലനിൽക്കുന്ന ഒരു വരമുണ്ട്, അത് സ്നേഹമാണ് എന്ന്. മറ്റു വരങ്ങളെല്ലാം നിന്നു പോകും. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ നീതിയുണ്ട്, നീതിയുണ്ടെങ്കിൽ സ്നേഹമുണ്ട്. അപ്പോൾ നീതിയും സ്നേഹവും ഒരുമിച്ച് വരുമ്പോൾ ദൈവം മനുഷ്യനാകുന്നു, മനുഷ്യനെ ദൈവമാക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവം സ്നേഹിച്ചു, ദൈവത്തോളം വളർത്തുന്നു. നമ്മൾ മുഖാന്തരമായി, നമ്മൾ വഴി സമൂഹത്തിലെ ബാക്കി മനുഷ്യരെ ദൈവത്തിലേക്ക് തിരിക്കണം. ഇതാണ് ദൈവവിളി. ഒരാൾക്ക് ദൈവവിളി എന്ന് പറയുന്നത് അതാണ്. ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു, അയാളെ ദൈവത്തോളം വളർത്തുന്നു ദൈവം. ആ മനുഷ്യൻ ദൈവത്തിലേക്ക് വളരുന്നതനുസരിച്ച് തൻ്റെ കൂടെയുള്ളവരെയും ദൈവത്തിലേക്ക് വളർത്തുന്നു. അതാണ് നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, ദൈവമഹത്വം നിന്നെ അനുഗമിക്കും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവൻ അരുളി ചെയ്യും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവൻ അരുളി ചെയ്യും. ഇത്രയും വലിയൊരു ദൈവാധീനം നമുക്ക് വാഗ്ദാനമായിരിക്കുമ്പോൾ അത് പ്രാപിക്കാതെ നമ്മൾ വേറെ എന്ത് പ്രാപിച്ചിട്ട് എന്ത് കാര്യം? ദൈവത്തിൻ്റെ നീതി നമ്മുടെ മുമ്പേ പോകും, ദൈവമഹത്വം നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ഒന്ന് കരഞ്ഞാൽ, ഒന്ന് നിലവിളിച്ചാൽ അപ്പോൾ തന്നെ ഇതാ ഞാൻ വന്നു കഴിഞ്ഞു, ഞാനുണ്ട്, നിന്റെ അടുത്തുണ്ട്, എന്തിനു നീ കരയുന്നു എന്ന് ചോദിക്കുന്ന അനുഭവം ഉണ്ടാകും. ഇതല്ലേ ദൈവത്തോടു കൂടെയുള്ള വാസമെന്ന് പറയുന്നത്? ദൈവത്തോടു കൂടെ നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ ദരിദ്രരോടുകൂടെ വസിക്കണം, അല്ലെങ്കിൽ ദരിദ്രൻ നമ്മളോടുകൂടെ വസിക്കണം. ഇനി 10ാമത്തെ വാക്യം പറയുന്നു, വിശപ്പുള്ളവന് നിന്റെ ഭക്ഷണം കൊടുത്തും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ എപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. നിന്നിൽ നിന്ന് പുരാതന ശൂന്യങ്ങളെ പണിയും,
തലമുറയായുള്ള അടിസ്ഥാനങ്ങൾ നീ കെട്ടിപ്പൊക്കും. കേടുതീർക്കുന്നവനെന്നും വസിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിന്നെ അവർ വിളിക്കും. നീ മഹാനായി തീരുമെന്ന് പറയുകയാണ്. തലമുറയുള്ള അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കും. തലമുറയായി ദൈവം ദരിദ്രരുടെ പക്ഷത്താണല്ലോ. അത് നീ വീണ്ടും പണിതുയർത്തും. ഇടക്കാലത്ത് എവിടെയെങ്കിലും വെച്ച് നിന്റെ തലമുറകളിൽ ആ ദാനധർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ദരിദ്രനെ സ്വീകരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നീയായിട്ട് അതിനെ ഉയർത്തും. ഭവനങ്ങളുടെ കേടുപോക്കുന്നവൻ എന്ന് നീ വിളിക്കപ്പെടും. പൂർവികര് ധർമ്മിഷ്ഠരായിരുന്നില്ല, നീതി പ്രവർത്തിച്ചില്ല. പക്ഷേ ഈ തലമുറയിലെ മക്കൾ നീതിമാന്മാരാണ്, ദൈവമക്കളാണെന്ന് പറയാൻ ഇടവരും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മൂന്നാം ഭാഗം നമ്മൾ ദൈവം ദരിദ്രരുടെ പക്ഷത്ത് എന്ന ഈ ധ്യാനചിന്തയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തോബീതിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ ധ്യാനിച്ചു. എസ് 58 7 മുതൽ 9 മുതൽ വാക്യങ്ങളും 10 മുതൽ 12 വരെ വാക്യങ്ങളും നമ്മൾ വായിച്ചു. ഇങ്ങനെ ദരിദ്രനെ നമ്മൾ ഭക്ഷണം ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന ബഹുമാനങ്ങളും ദൈവം മുടക്കാതെ തരുമെന്ന് നമ്മൾ വായിച്ചു കേട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കാം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ അനേകർക്ക് ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ ദരിദ്രരുടെ പക്ഷത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിവില്ല, പരിചയമില്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷയിൽ വരിക, കാണുക. മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനങ്ങളിൽ പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവവേല ചെയ്യാം, പ്രേക്ഷിത വേല ചെയ്യാം. നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ സ്ഥാപനത്തിലേക്ക്. ഒരിക്കൽ കൂടെ പറയട്ടെ, നമുക്ക് പുരുഷന്മാരുടെ, സ്ത്രീകളുടെ ആ പണം വാങ്ങി ആരും സ്വീകരിക്കുന്നില്ല. തീർത്തും അലഞ്ഞു നടക്കുന്ന, എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, വെറുക്കപ്പെട്ട, ആരോരുമില്ലാത്ത ആളുകളെ മാത്രമേ ഇവിടെ സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. അവരെ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷ കർത്താവിനാണ് ചെയ്യുന്നതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും നല്ലൊരു അഭിവൃദ്ധി നമുക്ക് ദൈവം നൽകും. അങ്ങനെ ആദിമ ക്രൈസ്തവ ചൈതന്യം തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ബാക്കിയുള്ളതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ ദാനധർമ്മം, സാധുപരദേശികളെ സ്വീകരിക്കുന്നൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കില്ല. അത് നിത്യതയിലേക്ക് ഒരു പൊൻതൂവലായി, ഒരു കിരീടമായി ചാർത്തപ്പെടുമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചു, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചു, നമ്മളുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെയും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് അനേകർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെയാണ് ഇനി ലോകം വളരേണ്ടത്. ലോകം ഇനി വളരേണ്ടത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും വളർച്ചയിലൂടെയാണ്, അല്ലെങ്കിൽ വിഭാവനത്തിലൂടെയാണ്, അത് പങ്കുവെക്കുന്നതിലൂടെയാണ്. ഒരു കാലത്തെല്ലാവരും നമ്മൾ വിചാരിച്ചിരുന്നു ക്രിസ്തുവിനെ പങ്കുവെക്കുന്നതിലൂടെ ആണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച. അത് ഘട്ടം കഴിഞ്ഞു, തീരാറായി. അത് ലോകമെങ്ങും ഇപ്പോൾ ധാരാളം സുവിശേഷം കേൾക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും സാധിക്കുന്നുണ്ട്. എന്നാൽ അവഗണിക്കപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും സുവിശേഷത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടില്ല
എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ സിനഗോഗിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുറന്ന് വായിച്ച ആദ്യ പ്രസംഗം, ആദ്യ വായന, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരുവാൻ, എല്ലാവരോടും കരുണയും ബഹുമാനവും സ്നേഹമുള്ളവരായി തീരുവാൻ സുവിശേഷം നമ്മളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളിത് അനേകർക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇത് മറ്റൊന്നിനുമല്ല, ഈ മഹത്തരമായ ഈ ദൈവരാജ്യ ശുശ്രൂഷ എല്ലാ മനുഷ്യരും അറിയണം. അവൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യനും അറിയേണ്ട ഒരാവശ്യമുണ്ട്. പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, വിളവധികം വേലക്കാർ ചുരുക്കം, കൊയ്ത്തിലേക്ക് വേണ്ട വേലക്കാരെ ലഭിക്കേണ്ടതിന് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച യേശുനാഥ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ കേട്ട് വിശ്വസിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദരിദ്രൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാൻ, പൂർവ്വപിതാവായ യാക്കോബ് ഏശാവിനെ കണ്ടപ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ കാണുന്നു, എൻ്റെ സമ്മാനത്തെ നിരസിക്കരുതേ എന്ന് കേണപേക്ഷിച്ചതുപോലെ തന്നേക്കാൾ ചെറിയവനെ, തന്നേക്കാൾ എളിയവനെ ദൈവമുഖം കണ്ടുകൊണ്ട് സ്വീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്കും ലോകമുഴുവനുള്ള സകല മനുഷ്യർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇങ്ങനെയൊരു വചന ശുശ്രൂഷ ക്രമീകരിച്ചു തന്നതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അനേകായിരങ്ങളിലേക്ക് ഇത് പകരുവാൻ അവിടുത്തെ കൃപ ഇത് കേൾക്കുന്ന മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.